ഇന്ന് നമുക്ക് ഒരു ഈവനിങ് വാക്കിൻ്റെ വീഡിയോ കണ്ടാലോ? കാനഡയിൽ ഒൻറ്റാരിയോ പ്രൊവിൻസിലെ കാംബ്രിഡ്ജിലെ ഇൻറ്റീരിയർ റോഡ്സിലൂടെയും ഫുട്പാത്തിലൂടെയും ഉള്ള ഒരു വാക്ക്. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ മുന്നിലൂടെയുള്ള റോഡ്. ഈ ഏരിയയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ധാരാളം വീടുകളാണുള്ളത്. ഇത് അത്ര ഉൾഭാഗത്തല്ല. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു, രാവിലെ കുറച്ചൊക്കെ തണുപ്പ്, ചിലപ്പോൾ നല്ല വെയിൽ. സൂര്യൻ അസ്തമിക്കുവാൻ ഒരു 8:30 മണിയൊക്കെ കഴിയും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇൻറ്റീരിയർ റോഡ്സിലെത്തി. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ എനിക്ക് കാണിക്കുവാനുള്ളത്. ഒഴിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്തൊക്കെ പച്ച പുല്ല് പിടിപ്പിച്ച് മനോഹരമായി വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടെ പച്ച പിടിച്ച വൃക്ഷങ്ങളും കാണാം. റോഡുകൾ ഇടയ്ക്കൊക്കെ പൊട്ടലും മറ്റുമുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ളതാണ്. ഈ റോഡുകളിലാണെങ്കിൽ വാഹനങ്ങളൊന്നും പോകാൻ അനുവദിക്കില്ല. സൈക്കിളും മറ്റും കൊണ്ടുപോകുന്നതിൽ പ്രശ്നമില്ല. അധികവും ആൾക്കാർ നടന്നു പോകാനും ഡോഗ് വാക്കിങ്ങിനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വിൻ്റർ സീസണിൽ ഇതിലൂടെയൊന്നും നടന്നു പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ സ്നോ ആയിരിക്കും, മുഴുവനും മഞ്ഞു മൂടിയിരിക്കും, നിലമൊന്നും കാണാനേ പറ്റില്ല. ഇത് പിന്നെ നമ്മുടെ നാട്ടിലെല്ലാം പോലെ തന്നെ ഉയർന്ന ഭാഗത്തേക്ക് പോകുന്നതിനായിട്ട് സ്റ്റെപ്സ് വെച്ചിരിക്കുന്നു. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ പറ്റുന്നവർക്കും ഒക്കെ ഈ കാഴ്ചകൾ തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരുവിധം എല്ലാ ആൾക്കാർക്കും യാത്ര ഇഷ്ടമായിരിക്കുമല്ലോ. ഈ റോഡ് പോകുന്നത് മറുഭാഗത്ത് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വിശാലമായ ഏരിയയിലേക്കാണ്. ഇവിടെ ഇടയ്ക്കിടെ എല്ലായിടത്തും ചെറിയതാണെങ്കിലും ചിൽഡ്രൻസ് പാർക്കുകൾ ഉണ്ടാവും. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, ഇവിടെ നല്ല വെയിലാണ്. സമയം 8 മണിയൊക്കെ കഴിഞ്ഞു, 8 PM ഒക്കെ കഴിഞ്ഞു.
ഇത് വഴിയിൽ കണ്ട ഒരു ആപ്പിൾ മരം. ട്രാൻസ്പെറൻറ്റ് ആപ്പിൾസ് എന്നറിയപ്പെടുന്ന ഒരുതരം പ്രത്യേക ആപ്പിൾസ് ആണ്. ധാരാളം ആപ്പിൾസ് താഴെയും വീണ് കിടക്കുന്നു. ആരും ഇതൊന്നും എടുക്കാറില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം വീട്ടിൻ്റെ അടുത്ത് എത്താറായി. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ കൂടെ നടന്നതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സി യു.